മണ്ണാർക്കാട് എം.എൽ.എ. എൻ ഷംസുദ്ദീനെതിരെ ആരോപണങ്ങളുമായി കോങ്ങാട് മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് നേതാവ്. മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരെ എം.എൽ.എ. അപമാനിച്ചതായും അവരുടെ പ്രയാസങ്ങളിൽ കൂടി നിൽക്കാൻ തയ്യാറാകുന്നില്ലെന്നും ലീഗ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം സി.ടി. അലി ആരോപിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കൂടിയെടുത്തൊരു തീരുമാനം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് പ്രിയപ്പെട്ട ഷംസുദ്ദീൻ എം.എൽ.എ. ഞാൻ നേരിട്ട് പോയി അറിയിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ ബാങ്ക് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി ഒരു 2 വർഷത്തോളമായി തുടർന്നു വരുന്ന ഒരു പ്രശ്നമാണത്. അതുകൊണ്ട് അതിന് പരിഹാരം കാണുന്നത് വരെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും കോൺഗ്രസ് കമ്മിറ്റിയും കൂടി പാലക്കാട് വെച്ച് മുസ്ലിം ലീഗിന് ഒരു വർഷം പ്രസിഡന്റ് പദം നൽകാമെന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പെടുത്ത തീരുമാനം പോലും നടപ്പാക്കാൻ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഷംസുദ്ദീൻ എം.എൽ.എ. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പങ്കെടുക്കാത്ത ഒരു പരിപാടിയിൽ, ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ഞാൻ നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അതുകൂടാതെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ഫോണിലൂടെ അറിയിച്ചു. കോങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും അദ്ദേഹത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോടൊക്കെ അദ്ദേഹം പറഞ്ഞത് പങ്കെടുക്കുന്നില്ല എന്നാണ്. പക്ഷേ അന്ന് ആ പരിപാടിയിൽ ശ്രീകണ്ഠൻ എം.പിയുടെ കൂടെ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കുന്ന വളരെ വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായി. എന്തൊക്കെയാണെങ്കിലും മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു നയത്തിനും ലൈനിനും എതിരാണത്. കാരണം ഒരു പ്രാദേശികമായി ഒരു കമ്മിറ്റി പങ്കെടുക്കരുത് പറഞ്ഞൊരു പരിപാടിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, അത് പാണക്കാട് തങ്ങന്മാരാണെങ്കിൽ പോലും പാർട്ടി പ്രാദേശിക നേതൃത്വം പറയാതെ, അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിൻ്റെയോ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയോ ഒരു സമ്മതത്തോടെ അല്ലാതെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാക്കളും പങ്കെടുക്കാറില്ല. മണ്ണാർക്കാട് മണ്ഡലത്തിലെ ഒരു എം.എൽ.എ. സംബന്ധിച്ചിടത്തോളം കോങ്ങാട് മണ്ഡലത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരു ജനപ്രതിനിധി എന്ന നിലക്കും ഷംസുദ്ദീൻ എം.എൽ.എക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരു കാരണവുമില്ല. അപ്പോൾ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും കോങ്ങാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഷംസുദ്ദീൻ എം.എൽ.എ. ആ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ സ്വാഭാവികമായും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മേൽ കമ്മിറ്റികൾക്കും നേതാക്കൾക്കും ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. അത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ ബാക്കി കൂടിയാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. സ്വാഭാവികമായും പ്രാദേശികമായി പ്രവർത്തകരുടെ വികാരങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം, മണ്ണാർക്കാട് എം.എൽ.എ. എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ മുസ്ലിം ലീഗ്, ഇപ്പോൾ ഞങ്ങളൊക്കെ തൊട്ട് പ്രദേശത്ത് കിടക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും വിവിധ വിഷയങ്ങളിൽ മണ്ണാർക്കാട് എം.എൽ.എ. മുസ്ലിം ലീഗിൻ്റെ എം.എൽ.എ. ആകുമ്പോൾ നമ്മളൊക്കെ ബന്ധപ്പെടും. അപ്പോൾ പാലക്കാട് ജില്ലയിലെ എല്ലാ പ്രവർത്തകരും മണ്ണാർക്കാട് എം.എൽ.എ. തന്നെയാണ് നമ്മൾ ആശ്രയിക്കുക, സ്വാഭാവികമാണ്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തകരുടെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന, പ്രതിസന്ധികളിൽ ഒപ്പം നിൽക്കുന്ന മണ്ണാർക്കാടിൻ്റെയും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലെയും പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ കഴിഞ്ഞ കാല മുസ്ലിം ലീഗ് പ്രവർത്തകരെ, നേതാക്കളെ, പാർട്ടിക്ക് വേണ്ടി പ്രയാസപ്പെട്ട പ്രതിസന്ധികളെ അതിജീവിച്ച് വളരെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ തിരിച്ചറിയുന്ന, അവരുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരാൾ മണ്ണാർക്കാട്ടിൽ നിന്ന് എം.എൽ.എ. ആയി വരണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം? മണ്ണാർക്കാടിനെ സംബന്ധിച്ച് ഷംസുദ്ദീൻ എം.എൽ.എ. നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അത് അദ്ദേഹത്തോട് നമുക്കൊക്കെ വ്യക്തിപരമായി നല്ല താല്പര്യമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ, ഞങ്ങളൊക്കെ യൂത്ത് ലീഗിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ്. ഇപ്പോൾ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ നേതാവാണ്. അതിനൊന്നും ഇവിടെ വ്യക്തിപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തോടില്ല. നമ്മൾ രാഷ്ട്രീയമായ നമ്മളെ പാർട്ടിക്ക് ഒരു പാർട്ടി നേതാവ് ചെയ്യാൻ പറ്റാത്ത കാര്യം അദ്ദേഹം ചെയ്തു. CCN മണ്ണാർക്കാട്.